ഇപ്പോൾ പർദ്ദ അല്ലെങ്കിൽ പാൻസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഫാഷനിൽ വരുന്ന ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇപ്പോൾ നമ്മളാരും ഈ ജീൻസും പാൻസും ഒന്നും മുമ്പ് ധരിക്കാറില്ലല്ലോ. അപ്പോൾ അതിലേക്ക് വന്നു. അത് ഫാഷനിൽ സ്വാഭാവികമായ പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇസ്ലാമിലുള്ളത് ഹിജാബാണ്. ഹിജാബ് നമ്മൾ മറക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഓരോ നാട്ടിലും, തമിഴ്നാട്ടിലൊരു തരം ഹിജാബുണ്ട്, കേരളത്തിൽ വേറെയുണ്ട്. കേരളത്തിൽ ഗൾഫ് സ്വാധീനം കൊണ്ട് ഗൾഫിൻ്റെ രീതിയിലുള്ള ഫാഷനുകളാണ് ഇവിടെ വരുന്നത്. നോർത്ത് ഇന്ത്യയിൽ മറ്റൊരു തരത്തിലുള്ള ഹിജാബുണ്ട്. ഹിജാബ് എന്ന് പറഞ്ഞാൽ മറക്കുക എന്നുള്ളതാണ്. അന്തർജനം എന്നാണ് മലയാളത്തിൽ പറയാം. ആ ഒരു സിസ്റ്റം അല്ലാതെ ഫർദ വഹാബി ആശയമല്ല. നിഖാബും ഇസ്ലാമിക ആശയമാണ്. യെസ്, മുഖം മറയ്ക്കുന്ന. അതെ. മുസ്ലിം പെണ്ണ് അന്യപുരുഷൻ്റെ മുന്നിൽ ശരീരം മുഴുവനും മറക്കണം എന്നാണ്. മുഖം മറക്കണം, മുൻകൈ മറക്കണം എന്നുള്ളതിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ഈ ഫിഖ്ഹിനെ ഫോളോ ചെയ്യുന്നവരാണ് മുസ്ലിങ്ങൾ. ഫിഖ് എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്ര നിയമങ്ങൾ. അത് വിവിധ അയിമ്മത്തുകൾ, മീൻസ് ദ ലീഡേഴ്സ് ഓഫ് ഇസ്ലാം, വിവിധ രൂപത്തിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ മുഖവും മുൻകൈയും മറക്കണം എന്ന് പറഞ്ഞവരുണ്ട്, മറക്കണ്ട എന്ന് പറഞ്ഞവരുണ്ട്. നമ്മളിപ്പോൾ ഒരു 90-കൾ അല്ലെങ്കിൽ 60-കൾ 70-കളിലൊന്നും നമ്മൾ മുഖം മറച്ച മുസ്ലിം സ്ത്രീകളെ ഇപ്പം അന്ന് നമ്മുടെ സിനിമകളിലാണ് നമ്മൾ പൊതുവെ കാണുന്നത്. നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല നമ്മുടെ ചുറ്റിനും. പക്ഷെ ഇന്ന് മുഖം എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റി ആണല്ലോ. ആ സ്വന്തം ഐഡന്റിറ്റിയെ മറച്ച ഒരുപാട് സ്ത്രീകളെ നമ്മൾ ഇന്ന് ചുറ്റും കാണുന്നുണ്ട്. ഞാൻ ജനിച്ച കാലം മുതലേ ഞാൻ കാണുന്നുണ്ട് മുഖം മറച്ചവരെ. മലബാറിലാണല്ലോ നമ്മളുടെ ജീവിതം. പക്ഷേ പറഞ്ഞ പോലെ അന്ന് ഈ ഒരു നിഖാബ് എന്ന് പറയുന്നത് അതൊരു ഫാഷനാണ്. ഇറ്റ്സ് എ ഫാഷൻ ഡിസൈനിങ്. അന്ന് വലിയ തട്ട ഉപയോഗിക്കും, മുഖം ഇങ്ങനെ മറച്ചു വയ്ക്കും, കുട ചൂടും, അങ്ങാടിയുടെ പുറത്തുകൂടെ നടക്കും. അങ്ങനെയാണ് അന്നത്തെ രീതി. ഇന്ന് അത് മാറി. കുറച്ചുകൂടെ സൗകര്യത്തിന് ഇങ്ങനെ പിടിക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ വെച്ചാൽ തന്നെ മറവ് വരും എന്നത് ആ ഒരു ഫാഷൻ വന്നപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായി എന്നുള്ളത് മാത്രമാണ്. ഈ അദ്ദേഹത്തിന്റെ ഈ മുജാഹിദുകളെ പോലെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി. അതുപോലെ ഈ പുരുഷന്മാരുടെ വസ്ത്രത്തിൽ ഇപ്പം നീളക്കുപ്പായം വല്ലാതെ വ്യാപകമായിട്ടുണ്ട് നാട്ടിൽ. ഇവ ഞാൻ പറയാറുണ്ട്, ഓട്ടോ ഡ്രൈവറും ഫോട്ടോഗ്രാഫറും ഒക്കെ നീളക്കുപ്പായം ഇട്ടിട്ട് നടക്കുന്ന ഒരു രീതിയുണ്ട്. പഴയ കാലത്ത് അത് പണ്ഡിതന്മാരുടെ മാത്രം ഒരു വേഷമായിരുന്നു. അതൊക്കെ ഒരു സോഷ്യൽ, ഒരു സ്വാഭാവിക ചേഞ്ചിൻ്റെ ഭാഗം എന്നല്ലാതെ മതത്തിൻ്റെ പ്രത്യേകമായ എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതായിട്ട് അതിനെ കാണാൻ പറ്റില്ല. അതത്ര നിഷ്കളങ്കമായിട്ടുള്ള സംഭവമാണ്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തില് മുസ്ലിം സമുദായത്തിനുള്ളിൽ ജനാധിപത്യം, മതേതരത്വം, ഇതൊക്കെ അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഇവിടുന്ന് ചില ആളുകൾ ജനാധിപത്യം വേണോ എന്ന് ഇവിടുന്ന് സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരുടെ ഫത്വ വയ്ക്കുന്ന ഘട്ടം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു സ്വാധീനം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സ്വാധീനം. കേരളത്തിലെ സുന്നി സമൂഹത്തിൽ അവർ ഫത്വ ചോദിക്കുന്നത് സമസ്തയോടാണ്. കാരണം ഓരോ നാട്ടിലുള്ള ഈ അവസ്ഥയെ അറിയുന്നവർക്കേ ഫത്വ കൊടുക്കാൻ കഴിയുള്ളൂ. വേറെ ഏതെങ്കിലും നാട്ടിലിരുന്നു കൊണ്ട് ഈ നാട്ടിലത്തെ ഒരു വിഷയത്തിന് ഫത്വ കൊടുക്കണമെങ്കിൽ, ഫത്വ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇൻഡിവിജ്വലാണ്. ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഫത്വയും മറ്റൊരാൾ കൊടുക്കുന്ന ഫത്വയും വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ആ വ്യക്തിയുടെ അവസ്ഥയും അറിയണം, നാടിൻ്റെ അവസ്ഥ അറിയണം. പിന്നെ പഴയ കാലത്ത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം അന്നത്തെ മക്കയിലെ പ്രമുഖ പണ്ഡിതനായ ഇബ്നു ഹജർ ഹൈത്തമിയോട് ഫത്വ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങൾ പൂർണ്ണമായും വിശദീകരിച്ച് എന്നിട്ട് ചോദിക്കും. അപ്പോഴാണ് അതിന് മറുപടി കിട്ടുക. അപ്പോൾ ഈ ഗൾഫിലെ സലഫി പണ്ഡിതന്മാരെ അതേപോലെ പിന്തുടരുന്നവർ കേരളത്തിലുണ്ടോ? ചെറിയ ശതമാനത്തോളം ഉണ്ടല്ലോ. കേരളത്തിലുണ്ടല്ലോ സലഫികളെ കുറച്ച്. അവരവിടെ നിന്നാണ് ചോദിക്കുക, അല്ല അത് സുന്നികളെ സ്വാധീനിക്കുന്നില്ല. ഞാൻ പറഞ്ഞ സുന്നികളെ ഒട്ടും ഇത് സ്വാധീനിക്കുന്നില്ല എന്നുള്ളത്. താങ്കൾ മിഡിൽ ഈസ്റ്റിൽ പഠിച്ച്, ഈജിപ്തിൽ പഠിച്ചെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പം ഈ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെ വിലയിരുത്തുന്നു? അവിടെയൊക്കെ ഡിക്റ്റേറ്റർഷിപ്പ് അല്ലേ? അല്ല, ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഏകാംഗ ഭരണം എന്നാണ് അതിൻ്റെ അർത്ഥം. അടിച്ചമർത്തലെന്ന് എല്ലാ ഡിക്റ്റേറ്റർഷിപ്പിനും അർത്ഥം വെക്കേണ്ടതില്ല. ആ നാടിൻ്റെ ഭരണാധികാരികൾക്കെതിരിൽ ജനങ്ങൾ ഒരിക്കലും സമരം ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പൊളിറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്, ഡിക്റ്റേറ്റർഷിപ്പിന് അതിൻ്റേതായ പോസിറ്റീവ് ഗുണങ്ങളുണ്ട്, നെഗറ്റീവുണ്ട്.
ജനാധിപത്യത്തിനും പോസിറ്റീവുണ്ട്, നെഗറ്റീവുണ്ട്, എല്ലാറ്റിനും ഓരോന്നിനും അതിൻ്റെ ഗുണവും ദോഷവും ഉണ്ടാവുമല്ലോ. തുടർ ഭരണത്തെ പറ്റി പറഞ്ഞ പോലെ അതിന് ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. അപ്പോൾ വിദേശ രാഷ്ട്രങ്ങളിൽ മിക്കവാറും ഭരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരേ കുടുംബത്തിൽ നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് തീരുമാനങ്ങൾ പെട്ടെന്നാകും. ജനങ്ങൾക്ക് വേണ്ടി അവരിറങ്ങി പ്രവർത്തിക്കും. ജനങ്ങൾ അവർക്ക് എതിരാണെന്ന് തോന്നിയാൽ അപ്പോഴേക്ക് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പോൾ അതുകൊണ്ടൊരിക്കലും ഭരണാധികാരിക്ക് എതിരുണ്ടാവില്ല. ഇപ്പോൾ UAE ഭരണാധികാരി സ്വന്തം കാറ് ഡ്രൈവ് ചെയ്തിട്ട് വരും, അപ്പുറം ഇപ്പുറം പോലീസും വണ്ടിയൊന്നും ഇല്ലാതെ. ഞാൻ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. ദുബായ് കിങ് ഭരണാധികാരിയെ ഞാനൊരു വീട്ടിലിരിക്കുമ്പോൾ പുള്ളി കയറി വരുന്നുണ്ട്. ഒരു ദിവസം ചെന്നപ്പോൾ മജ്‌ലിസിൽ പുള്ളി മാത്രമേ ഉള്ളത്, ആരും എത്തിയിട്ടില്ല നോമ്പിന്. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുമോ? ജനങ്ങളുടെ അനുകമ്പയും സ്നേഹവും ലഭിക്കുന്നത് അവർക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴാണ്. അതുപോലെ ഞാൻ കണ്ട ഇവിടെ ഈ ഗാസയിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ ഇവിടെ ഇന്ത്യയിലോ കേരളത്തിലോ ഒക്കെ ഹമാസിനും അവിടെ നടന്ന ഒരു മുസ്ലിം ബ്രദർഹുഡ്, അത് ഈ മിഡിൽ ഈസ്റ്റിലെ പല വലിയ വലിയ രാജ്യങ്ങളിൽ, ഇപ്പോൾ സൗദി ആണെങ്കിലും അവിടെ ഒന്നും നടന്നിട്ടില്ല. അവർ ഓപ്പൺലി അതിനൊന്നും വലിയ രീതിയിലൊന്നും പ്രതികരിക്കുന്നുമില്ല. അത് നിരോധിച്ച ഉസ്താദ് ആദ്യം പറഞ്ഞു മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ സംഘടന രൂപീകരിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് ആദ്യം പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും സംഘടന പിരിച്ചു വിടണം എന്നതിന് അർത്ഥമില്ല. കേരളം ഇപ്പോ നമ്മള് രാജ്യത്തെ മൊത്തം നോക്കുകയാണെങ്കിൽ ഏറ്റവും പൊളിറ്റിക്കലി എംപവേർഡ് ആയിട്ടുള്ള ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ നമുക്ക് കേരളത്തിലാണ് കാണാൻ കിട്ടുക. അതിന് ലീഗിലൊരു പൊളിറ്റിക്കലി എന്ത് എംപവർമെന്റ് ആണ് കേരളത്തിൽ മുസ്ലിങ്ങൾക്കുള്ളത്? ബാക്കി സ്റ്റേറ്റ്സിലെ കമ്പയർ ചെയ്ത് ബാക്കി സ്റ്റേറ്റിലെ മുസ്ലിങ്ങൾ ശക്തമാണെന്നല്ല ഞാൻ നേരത്തെ ഉദാഹരണ സഹിതം പറഞ്ഞല്ലോ. ആന്ധ്രയിലോ കർണാടകയിലോ ഒരു മന്ത്രി ഉണ്ടെങ്കിലും മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം കേരളത്തിലെ 10 മന്ത്രി ഉണ്ടായാലും ലഭിക്കൂല. 5 മന്ത്രി ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ മുസ്ലിം മന്ത്രി ഉണ്ടാവുക എന്നതല്ല, മുസ്ലിങ്ങൾക്കും മറ്റുള്ളവരെ പോലെ ഗുണം ചെയ്യുന്ന നീതിയുള്ള മന്ത്രി ഉണ്ടാവുക എന്നുള്ളതാണ്. മതവും ജാതിയും അല്ല. പക്ഷെ ഇപ്പൊ UDF ഭരണത്തിൽ വരുവാണെങ്കിൽ ലീഗിനൊരു ഉപമുഖ്യമന്ത്രി സ്ഥാനമൊക്കെ കിട്ടാനൊരു സാധ്യത ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഉപമുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തില്? ആ ചോദ്യത്തിനെ ഞാൻ പറയുന്നത് അതൊരു ടൈറ്റിൽ മാത്രമാണ് അല്ലേ? ഉപമുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിന്റെ അധികാരമുണ്ടോ? അത് ഓരോരുത്തർക്ക് ചില സമയത്ത് വിപ്പ് അറിയപ്പെടും, ചിലപ്പോൾ അറിയപ്പെടൂല. ഒക്കെ വ്യക്തികൾക്കനുസരിച്ച് കൊടുക്കുന്നൊരു സാധനം. പക്ഷെ മുസ്ലിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അർഹിക്കുന്ന അനുവാദം കിട്ടുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. മുസ്ലിങ്ങൾ എന്ന നിലയ്ക്ക് ഇവിടുത്തെ ജനസംഖ്യാനുപാതികമായി ഒരു പാർട്ടിയും ഉണ്ടാക്കുന്നില്ല, സീറ്റ്സ് കൊടുക്കുന്നില്ല, സ്ഥാനങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ്. ഈ മുനമ്പം വിഷയത്തിലെ സംസ്ഥയുടെ അത് വഖഫ് ഭൂമിയാണ് എന്നുള്ളത് തന്നെയാണോ? ഈ അടുത്ത് VD സതീശനെ വിമർശിച്ചു അതൊക്കെ എത്രയോ പ്രാവശ്യം ചർച്ച ചെയ്താണ്. ഞാൻ കേരളത്തിൽ 14 പത്രസമ്മേളനത്തിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് സമസ്തൻ്റെ ഫത്വ കിട്ടേണ്ട ഒരു സാധനമല്ല മുനമ്പം ഭൂമി വഖഫാണോ അല്ലയോ എന്നുള്ളത്. അതിൻ്റെ ആധാരം നോക്കിയിട്ട് പറയേണ്ട കാര്യം. നമ്മൾക്ക് അതിലൊരു നിലപാട് ഉണ്ട്. വഖഫാണെങ്കിൽ വഖഫായി നിലനിൽക്കണം, വഖഫ് അല്ലെങ്കിൽ അതിൻ്റെ നിയമം അനുസരിച്ച് പോകണം. അതാണല്ലോ നമുക്കതിലുള്ള നിലപാട്. ഈ അടുത്ത് CMന്റെ സൈഡിൽ നിന്നാണെങ്കിലും ഈ മലപ്പുറത്തെ കുറിച്ച് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഹവാല ഇടപാടുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നല്ലോ. അപ്പൊ അതിനോടൊക്കെയുള്ള പ്രതികരണങ്ങൾ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു ജില്ലയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആളുകളെയോ ഒന്നും ചേർത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ആരും പറയേണ്ടതില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ പത്രക്കാർക്ക് കൂടുതൽ അവസരം എടുക്കും. അകൽച്ചയുടെയും വെറുപ്പിൻ്റെയും യാതൊരു തരത്തിലുള്ള പ്രസ്താവനകളും ആരിൽ നിന്നും ഉണ്ടാകരുത്. അപ്പോൾ അതിനുള്ള എന്ത് സാഹചര്യം ഉണ്ടായാലും പരമാവധി അത് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ പോളിസി. സമയം 1:15 1-2 ചോദ്യങ്ങൾ മതി. വഖഫിന്റെ പ്രശ്നം അബ്ദു ചോദിച്ച പോലെ ലീഗ് ഇപ്പൊ വേറൊരു പ്രശ്നത്തിൽ പെട്ടുകിടക്കുകയാണ്. സർ സയ്യിദ് കോളേജിന് അത് അതിന്റെ ഒരു മുന്നാധാര പ്രകാരം അത് ഒരു ഇല്ലത്തിന്റെ പ്രോപ്പർട്ടി ആയിരുന്നു എന്നുള്ള ഒരു സത്യവാങ്മൂലം അവർ കൊടുത്തിട്ടുണ്ട്. അത് തെറ്റായി പോയി എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പ്രശ്നം അവിടെ തീർന്നു. ഒരു ക്ലറിക്കൽ എറർ മാത്രമായിരുന്നു എന്നുള്ളതാണോ? ഒരാള് തെറ്റ് എൻ്റെത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കണം എന്നാണ് നയം.
ഇപ്പോൾ ഒരാൾ അല്ലേ, ഒരാൾ തെറ്റ് ചെയ്യുന്നത് കണ്ടു നമ്മൾ, അപ്പോൾ അയാൾ വന്ന് പറയാണ്, ഒരാളിങ്ങനെ ഈ ആപ്പിൾ ജ്യൂസ് കുടിക്കുന്നത് കണ്ടു, അപ്പം മദ്യമാണെന്ന് നമ്മൾ കരുതി. പിന്നീട് അയാൾ എന്നെ പറഞ്ഞു അത് ഞാൻ ആപ്പിളായിരുന്നു കുടിച്ചതെന്ന് പറഞ്ഞാൽ ഒറിജിനൽ മദ്യമാണെങ്കിലും ഒരാൾ തെറ്റുവന്ന് സമ്മതിക്കുമ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ കടന്നു കയറാൻ പാടില്ല. കാരണം അതൊരു അവസരമാണല്ലോ. ഇപ്പോ നിലമ്പൂർ ബൈ ഇലക്ഷൻ വരെയാണ്. അവിടെ സമസ്തയ്ക്ക് വലിയ പ്രാതിനിധ്യമുള്ളൊരു മണ്ഡലമാണ്. യെസ്. അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കുക? ഇലക്ഷൻ പ്രഖ്യാപിക്കട്ടെ, പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ തീരുമാനം പറയാം. സമസ്തയ്ക്ക് അവിടുത്തെ വിജയത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന തീർച്ചയായും ശക്തിയുണ്ട്. ഉണ്ട്.